നിലവിൽ ഇത്തവണ ബാലൻഡിയോർ പുരസ്കാരം ആര് നേടും? ഈ ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. നിലവിൽ ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ തവണ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ ഉയർത്തിയത് അർജന്റീന സൂപ്പർ താരമായ ലിയോ മെസ്സിയാണ്. കഴിഞ്ഞ തവണത്തെ പുരസ്കാരവും മെസ്സിക്കായിരുന്നു. നിലവിൽ 8 തവണയാണ് മെസ്സി ബാലൻഡിയോർ പുരസ്കാരം ഉയർത്തിയത്. ഇത്തവണ അതിനുള്ള സാധ്യതകൾ കുറവാണെന്നത് എല്ലാവർക്കും അറിയാം. ഫെബ്രുവരിയിൽ ആരംഭിച്ച MLS സീസണിൻ്റെ തുടക്കത്തിലെ മെസ്സിയെ പരിക്കു വേട്ടയാടിയിരുന്നു. മെസ്സിയുടെ അഭാവത്താൽ പല മത്സരങ്ങളും മിയാമി തോറ്റിരുന്നു. ലിയോ മെസ്സി പരിക്കിൽ നിന്ന് മുക്തനായതിനു ശേഷമുള്ള മിന്നുന്ന ഫോമാണ് ആരാധകർക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ MLS സീസണിൽ മെസ്സി കളിച്ചതാകട്ടെ 8 മത്സരങ്ങൾ മാത്രം. ഗോൾ കോൺട്രിബ്യൂഷൻ്റെ എണ്ണമാകട്ടെ 19 ഗോൾ കോൺട്രിബ്യൂഷനുകൾ, 10 ഗോളുകളും 9 അസിസ്റ്റുകളും. ബാലൻഡിയോർ പവർ റാങ്കിങ്ങിൽ ഒരു കുതിച്ചുചാട്ടമാണ് ലിയോ മെസ്സി നടത്തിയത്. കഴിഞ്ഞ തവണ പ്രമുഖ മാധ്യമമായ ഗോളിന്റെ പവർ റാങ്കിങ്ങിൽ 20ാം സ്ഥാനത്തായിരുന്ന ലിയണൽ മെസ്സിയാണ് ഈ മാരക പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മികച്ച കുതിച്ചുചാട്ടം നടത്തി 16ാം സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. ഏതായാലും മെസ്സിക്ക് ബാലൻഡിയോർ ലഭിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇത്തവണയാണ് കോപ്പ അമേരിക്ക നടക്കുന്നത് എന്നത് മെസ്സിയുടെ ബാലൻഡിയോറിനുള്ള സാധ്യത കൂട്ടും. കാരണം അർജന്റീനക്കായി മികച്ച പ്രകടനം നടത്തി അർജന്റീനയെ കോപ്പ ചാമ്പ്യന്മാരാക്കാൻ സാധിച്ചാൽ മെസ്സിക്ക് ബാലൻഡിയോർ റാങ്കിങ്ങിൽ വീണ്ടും മുന്നിലെത്താൻ സാധിക്കും. 48 ഗോളുകളും 13 അസിസ്റ്റുമായുള്ള ഹാരി കെയ്നാണ് പട്ടികയിൽ ബാലൻഡിയോർ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയാണ് 49 ഗോളുകളും 17 അസിസ്റ്റും. പട്ടികയിൽ 1ാം സ്ഥാനത്ത് റിയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാമാണ്. 24 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് താരത്തിന്റെ സമ്പാദ്യം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.